കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റപ്പോൾ രക്ഷാപ്രവർത്തകനായി എത്തിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസിൽ വീണ്ടും യുവതിയുടെ മൊഴിയെടുത്തു. തിരുവനന്തപുരത്തെത്തിയാണ് കായംകുളം ഡിവൈഎസ്പി ടി ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷക സംഘം വിശദമൊഴിയെടുത്തത്. പ്രതിക്കെതിരെ ഭീഷണിപ്പെടുത്തലടക്കം കൂടുതൽ വകുപ്പുകൾ ചേർത്തേക്കുമെന്ന് സൂചനയുണ്ട്. കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിയെ രക്ഷാപ്രവർത്തകനായി എത്തിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് ആരോപിക്കുന്ന കേസിൽ കായംകുളം ഡിവൈഎസ്പി ടി ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം പരാതിക്കാരിയായ യുവതിയുടെ മൊഴിയെടുത്തു. തിരുവനന്തപുരത്തെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ആശുപത്രിയിൽ യുവതിയെ പ്രതി ഭീഷണിപ്പെടുത്തിയെന്നും പണം വാഗ്ദാനം ചെയ്തെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ മൊഴിയിലുണ്ട്. യുവതിയുടെ വൈദ്യപരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ ഉൾപ്പെടെ ആശുപത്രി ജീവനക്കാരും ഒപ്പം സഞ്ചരിച്ചവരുമടക്കം 12 പേരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഇവരുടെ മൊഴിയെടുക്കും. ആശുപത്രിയിലെയും സംഭവസ്ഥലത്തെയും ഉൾപ്പെടെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കും. കേസിൽ ഭീഷണിപ്പെടുത്തലടക്കം കൂടുതൽ വകുപ്പുകൾ ചേർത്തേക്കുമെന്നാണ് അറിയുന്നത്. CDNet ന്യൂസ്, കായംകുളം.